ബേബി സ്റ്റെപ്പ് എന്ന് പറയും. കുഞ്ഞുങ്ങൾ സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെയാണ്? വളരെ പിച്ച വെച്ച് അങ്ങനെ എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പിച്ച വെച്ചുള്ള വളർച്ചയായിരുന്നു. ഞാൻ 2003 ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ബേബി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചാൽ തിരിച്ചറിയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ബ്രാൻഡ് ഇല്ല. അതായത് ഒരു കുഞ്ഞുടുപ്പ് ഒരു കുഞ്ഞു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതെ, ഈ ഒരു ക്വാളിറ്റിയിൽ ഈ പ്രൈസ് റേഞ്ചിൽ ആരെങ്കിലും കൊണ്ടുവന്നിരാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ വിത്തിൻ 30 ഡേയ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. വമ്പൻ ഓഫറാണ്. ഇതൊരു പ്രത്യേക ഹായ്, നമസ്കാരം. ഞാൻ ഫിജി തോമസ്. ഇത് മൈഫിൻ മെഗാ ടോക്ക് വിത്ത് ഫിജി തോമസ്. പുതിയൊരു എഡിഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പോപ്പീസ് ആണ്, കിഡ്സ് വെയർ ബ്രാൻഡ്. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാത്തവർ ആരുണ്ട്? കുഞ്ഞുങ്ങളെ നന്നായി അണിയിച്ചൊരുക്കി നടത്താൻ ആഗ്രഹിക്കാത്ത ഏത് മാതാപിതാക്കളുണ്ട്? അപ്പോഴാണ് പോപ്പീസ് എന്ന കിഡ്സ് വെയർ ബ്രാൻഡിന്റെ പ്രസക്തി. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നു, അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ പോകുന്നു. അവിടുത്തെ ഫൗണ്ടറായ ഷാജു തോമസുമായി വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. അവരുടെ വികസന പദ്ധതികളെക്കുറിച്ച്, എംപ്ലോയ്മെന്റ്, വെൽഫെയർ, അതുപോലെ ഗ്രോത്ത് ആക്ടിവിറ്റീസ് എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു, വിശദമായി പരിശോധിക്കുന്നു. പോകാം എപ്പിസോഡിലേക്ക്. ഹലോ സാർ. ഹായ്, ഞാൻ ഫിജി തോമസ്, മൈഫിൻ ടിവിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. ഓക്കെ സാർ, ഞാൻ എത്തിയത് പോപ്പീസിനെ കുറിച്ച് കൂടുതൽ അറിയാനാണ്. പോപ്പീസിന്റെ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാനാണ്. പോപ്പീസിനെ എങ്ങനെ ഒരു കിഡ്സ് വെയർ ഇൻഡസ്ട്രിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഫിജിനെ കാണാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. കാരണം ഒരു വാർത്താ അവതാരക നിലയ്ക്ക്, അതുപോലെ സാമ്പത്തികകാര്യ വാർത്തകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത് അതാണ്. ആ നിലയ്ക്കൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. നിങ്ങളെപ്പോലുള്ള ആൾ ഇവിടെ ഓഫീസിൽ വന്ന് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ വന്നിട്ട് നമ്മളെക്കുറിച്ച്, നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കാണിച്ച സന്മനസ്സിന് ഞങ്ങൾ ഓഫീസ് ടീമിന്റെ നന്ദി അറിയിക്കുന്നു. ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, നമ്മുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, നമ്മുടെ പ്ലാനുകൾ എങ്ങനെയാണ്, എല്ലാം വിശദമായി അറിയേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡിലൂടെ ത്രൂ ഔട്ട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഈ ഒരു എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡ് പോപ്പീസ്. അങ്ങനെ മലപ്പുറം തിരുവാലിയിലുള്ള പോപ്പീസിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വിശാലമായ ഒരു സ്റ്റിച്ചിങ് പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് ആദ്യം തന്നെ ഈ പോപ്പീസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതിൻ്റെ പേരാണ്. ഈ നമ്മൾ എന്തായാലും കൊച്ചു കുട്ടികളെ ഉദ്ദേശിച്ചുള്ള ഒരു സ്ഥാപനമാണല്ലോ, ആ ഒരു ബിസിനസ്സും അങ്ങനെ തന്നെ, അവരുടെ ഒരു കിഡ്സ് വെയർ ആണ്. എന്നാലും ഈ പോപ്പീസ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു അമ്മ അല്ലെങ്കിൽ അപ്പ എന്ന് വിളിക്കുന്ന പോലെ തന്നെ സംസാരിച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു പേര്. എങ്ങനെയാണ് ആ ഒരു പേരിലേക്ക് എത്തിയത്? എങ്ങനെയാണ്? തീർച്ചയായും അതൊരു സ്റ്റോറിയാണ്. കാരണം ഞാൻ ഇങ്ങനെ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ആദ്യം ഞാൻ ജേർണലിസവും അതിൻ്റെ കൂടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ പഠിച്ചാൽ, അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു കുഞ്ഞു പേരായിരിക്കണം, അതുപോലെ എന്താ പറയുക, എത്രയും പെട്ടെന്ന് ആളുകൾ ഓർത്തിരിക്കുന്ന പേരായിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ പിള്ളേർക്ക് പോലും പറയാൻ പറ്റും. അതെ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഈ കൽക്കട്ടയിലും ബോംബെയിലും എല്ലായിടത്തും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരും ഈ ബ്രാൻഡ് നെയിം എടുത്ത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുക, കിട്ടാനില്ല. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് എനിക്ക് ഒരു ഫ്ലവറിന്റെ, ഒരു പൂവിന്റെ പേരായിരിക്കണം നിർബന്ധമായിരുന്നു. അങ്ങനെ അത് വെച്ചിട്ടാണ് ഞാൻ പോപ്പി ഫ്ലവർ വെച്ചു. അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ പോപ്പീസ് ചെയ്ത് നോക്കുന്ന സമയത്ത് രജിസ്ട്രേഷന് വേണ്ടി, എനിക്ക് രജിസ്ട്രേഷൻ വേണ്ടി അത്രയും കോൺഷ്യസ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോപ്പീസിലേക്കുള്ള ആ പേരിലേക്ക് എത്തിയത്. എന്തായാലും ആ പേര് എസ്റ്റാബ്ലിഷ് ആകാൻ പറ്റിയതോടൊപ്പം എല്ലാവർക്കും എളുപ്പത്തിൽ പറയാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പോലും പോപ്പീസ് ഒരു ഉടുപ്പ്, അവരുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പോപ്പീസ് മതി എന്ന് പറയാൻ പറ്റും എന്നുള്ളതാണ്. 2003 സ്ഥാപിതമായ ഒരു സ്ഥാപനം, അതും ഈ മലപ്പുറത്തെ തിരുവാലി എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ചെറിയൊരു യൂണിറ്റായി തുടങ്ങി ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വളരെ വിശാലമായ ഒരു സംവിധാനത്തിലേക്ക് ഒക്കെ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു തുടക്കം കുറിച്ചത്? എങ്ങനെയാണ്? ഞാനിതിന് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളതാണ്, ബേബീസിൻ്റെയാണ്. ഞാനിത് ബേബി സ്റ്റെപ്പ് എന്ന് പറയും. കുഞ്ഞുങ്ങൾ സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെയാണ്? വളരെ പിച്ച വെച്ച് അങ്ങനെ എൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പിച്ച വെച്ചിട്ടുള്ള വളർച്ചയായിരുന്നു. ഞാൻ 2003 ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ബേബി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ വെച്ചാൽ തിരിച്ചറിയുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള ബ്രാൻഡ് ഇല്ല ഇന്ത്യയിൽ. ബ്രാൻഡ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനൊന്നും ഒരു ബ്രാൻഡ് ഇല്ല, ക്വാളിറ്റി കോൺഷ്യസ് അല്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞ് കെട്ടുടുപ്പ് പോലും ജബലൊക്കെ 6 രൂപയ്ക്കാണ്. എനിക്കൊരു ബേബി ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ അത് ഒരു മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണ് ഈ സ്റ്റോർ. അപ്പോൾ ആളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ മുമ്പിലാണ്, ജില്ലാ ആശുപത്രിന്റെ മുമ്പിലാണ്.
ആളുകൾ ഈ ഷോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഈ 6 രൂപയുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ പാറ്റാഗുളിക ഇട്ട് വെച്ചിരിക്കുക. കാരണം എന്താ അറിയോ, വെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. ഈ കുഞ്ഞിന്റെ ഉടുപ്പ് ഇവർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഇവര് നേരെ, ഞാൻ വരുന്നവരോട് ചോദിക്കും, ഇതൊരു 50 ബോക്സ് എന്ന് വെച്ചാൽ അപ്പം വിറ്റ് പോകും, അത്ര ഫാസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഈ ആളുകൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്നു, ഈ സാധനം മേടിച്ചുകൊണ്ട് പോകേണ്ടത്. ഞാൻ ചോദിക്കും, ഇത് നിങ്ങൾ ഇപ്പോൾ കൊണ്ട് വാഷ് ചെയ്തിരണം? ഒരു വാഷൊന്നും ചെയ്യില്ല, അങ്ങനെ തന്നെ വേറെ ചേർക്കാം. അങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് നമുക്കൊരു ഇങ്ങനെയുള്ള നല്ലൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന്. അല്ല, ഈ പാറ്റാഗുളി ഇടുന്നതിൽ ഒരു അപകടമുണ്ട്, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യും. പിന്നെ മാത്രമല്ല സൾഫർ ഉണ്ട് ഇതിനകത്ത്. സൾഫർ ഉള്ളതുകൊണ്ടാണ് ഇത് വെട്ടിപ്പോകുന്നത്. സൾഫർ വരുന്നതുകൊണ്ട് ഇത് വെട്ടിപ്പോവും ഇങ്ങനെ വന്നിട്ട്. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് 2 അപകടം. ഒന്ന്, സൾഫർ കൂടുതലായിട്ട് വരുന്ന കുട്ടികൾക്ക് ഒരുപാട് അലർജി ഉണ്ടാക്കും. അപ്പൊ അതും ന്യൂ ബോൺ ജനിക്കുന്ന കുട്ടികൾക്ക് ജബല എന്ന് പറയുന്ന സാധനമല്ലേ, അതിലാണ് ഈ ഇതിട്ട് വെക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു സ്വന്തമായിട്ട് തുടങ്ങാന്ന് വെച്ചാൽ തിരുപ്പൂര് പോയി. തിരുപ്പൂര് ചെന്നിട്ട് ഞാൻ എന്താ പറയാ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഞാൻ കൂടെ കുറെ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരേ, അന്നത്തെ സമയത്ത് ദുബായിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, അവരെന്താ വെച്ചാൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിന് ആ ഒരു ക്വാളിറ്റിയോ നിലവാരമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറേ സാമ്പിൾസ്, മലപ്പുറം ജില്ലയാണല്ലോ, അവിടെ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്ന് ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാമ്പിൾസ് കളക്ട് ചെയ്ത് അതുമായിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കാൻ എന്താ വെച്ചാൽ, നമ്മൾ ഇത് എക്സ്പോർട്ട്, അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, ഇത് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇത് വേറെ സ്ഥലത്താണ്, നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ആണ് വേണ്ടത്, ഡൊമസ്റ്റിക് ആണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതാണ് നിങ്ങൾ കാതർപേട്ട് പോയിക്കോ, അവിടെ കിട്ടും ലോക്കല്. അവിടെ ചെല്ലുന്ന സമയത്ത് ഈ കുഞ്ഞുടുപ്പുകൾ ബണ്ടിലാക്കി കെട്ടി 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 വെച്ചിരിക്കുക, നിലത്തിട്ടിരിക്കുക. ഈ സാധനം പാക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് പുതിയ പുതിയ വേർഡ്സ് കേൾക്കുക. ഇക്കണോമിക്സാണ് ഞാൻ ഡിഗ്രി പഠിച്ചത്. MOQ, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്ര കളർ, ഇത്ര ഡൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണം. അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ചോദ്യങ്ങൾ വന്നപ്പോഴേക്കും ഞാൻ ആകെ സ്ട്രഗിളായി. അങ്ങനെ ഞാൻ കുറച്ച് എന്താ പറയുക വെച്ചാൽ സർപ്ലസ് ആയിട്ടുള്ള കുറച്ച് ഫാബ്രിക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സർപ്ലസ് വരുന്ന എടുത്തിട്ടാണ് ഞാൻ ആദ്യത്തെ ഡ്രസ്സ് ഉണ്ടാക്കി ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ്, എല്ലാവരും 200 പീസ് 300 പീസ് തയ്ച്ച് വന്നപ്പോഴേക്കും, നാട്ടിൽ വന്നപ്പോഴേക്കും ഈ 6 രൂപയ്ക്ക് വെക്കുന്ന സാധനം എൻ്റെ വില ഒരു 60 രൂപയായി MRP. നമ്മൾ അത്ര ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട്. അന്ന് ആ ചിന്തകളൊക്കെ എനിക്കുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ ചെന്ന് സാധാരണ കടയിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് പറഞ്ഞാൽ. അങ്ങനെ പല കടകളിലും ഞങ്ങൾ ഈ മലപ്പുറം ജില്ലക്കാരായതുകൊണ്ട് എനിക്ക് പരിചയമുള്ള കുറെ പേരുള്ളതുകൊണ്ട് ഈ കടക്കാർ ഇവിടെ ഉണ്ട്, എന്താ വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കടകളിലൊക്കെ ഞാൻ തന്നെ ഇത് മാർക്കറ്റിങ് അങ്ങനെ കൊണ്ടുപോയി വെച്ച് നോക്കി. അത് പതുക്കെ സെയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ സെയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ പിന്നെ ഈ MOQ വിഷയവും കാര്യങ്ങളും എനിക്ക് പതുക്കെ ആൾക്കാർ ചോദിച്ചു വരാൻ തുടങ്ങി. ക്വാളിറ്റി കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കുഞ്ഞ് ഫാക്ടറി, ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ടല്ലോ, അതായിരുന്നു ആദ്യത്തെ ഫാക്ടറി. അവിടെ നമ്മൾ ചെറിയൊരു ഫാക്ടറി തുടങ്ങി. ഒരു 20 പേരെ വെച്ചാണ് 2005 ഞങ്ങൾ ഫാക്ടറി തുടങ്ങുന്നത്. അവിടുന്ന് അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ ഒരു ഫാക്ടറി തുടങ്ങുന്നത്. അങ്ങനെ അതാണ് പോപ്പീസിന്റെ ഇങ്ങനെ ഫാക്ടറികളിലേക്ക് എത്തിയതും ഈ വളർച്ചയിലേക്ക് എത്തിയതും. അപ്പോൾ നമുക്ക് വിശദമായി പോകേണ്ടതുണ്ട്. ഈ പോപ്പീസ് എവിടെ വരെ എത്തി നിൽക്കുന്നു, ഇവിടുത്തെ കേരളത്തിലെ ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളത്. അപ്പം രാജ്യത്ത് എങ്ങനെ അതിൻ്റെ ഓപ്പറേഷൻസ് പോകുന്നു, എബ്രോഡ് വിദേശ രാജ്യങ്ങളിൽ എങ്ങനെ GCC, ഓസ്ട്രേലിയ അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് നോക്കണം. അപ്പം അതിനു മുമ്പ് എനിക്ക് സാറിന് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോൾ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ എത്ര കെയറാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിനോട് വളരെ എന്താ പറയുക അവരുടെ സ്കിൻ വളരെ സോഫ്റ്റാണ്. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നിൽ ധരിക്കാനുള്ള ഒരു വേറെ, അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ഞാൻ എനിക്കറിയാവുന്ന കാര്യം, എൻ്റെ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഓരോ ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു കഴിയുമ്പം ഇത് കൊള്ളുന്നു അവിടെ കൊള്ളുന്നു, ബുദ്ധിമുട്ട് ഒരയുന്നു, അവർക്കത് പലയിടത്തും എന്താ പറയുക കുത്തിക്കൊള്ളുന്ന ഒരു ഫീലൊക്കെ ചെയ്ത്, അതുകൊണ്ട് ആ ഉടുപ്പ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കളയും. എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയപ്പോഴത്തേക്കും ഇത് വേണ്ട, ഇതാണെങ്കിൽ ഞാൻ വരില്ല എന്നുള്ളൊരു നിലപാടാണ് കുട്ടികളൊന്നും സ്വീകരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് അവരുടെ ഒരു സുരക്ഷിതം, കംഫോർട്ട് അതെങ്ങനെ ഉറപ്പുവരുത്തുന്നുണ്ട്? അത് നിങ്ങൾ താലോലിക്കുന്നു, ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ മോട്ടോ തന്നെയാണ് നിങ്ങൾ താലോലിക്കുന്നത്. കുഞ്ഞുങ്ങളെ പാരന്റ്സ് താലോലിക്കുന്നു, പോപ്പീസ് സംരക്ഷിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഞങ്ങൾ ഒരു സുരക്ഷിതമല്ലാത്ത ഒരു പ്രൊഡക്റ്റ് പോലും, തുണി തിരഞ്ഞെടുക്കുന്നതിൽ, നിറ്റിങ്, ഡൈയിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ എല്ലാം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് എന്തെല്ലാം ചെയ്യുന്നു അതിലുപരിയായിട്ടുള്ളൊരു ക്വാളിറ്റി ഞങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല.
അപ്പം നോർമലി ഒരു ഇച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ അതിനെക്കുറിച്ച് അത് പറയാൻ പറ്റില്ല. അപ്പം അവർ ആ ഡിസ്കംഫോർട്ട് പല രീതിയിൽ പ്രകടിപ്പിക്കും. അതെ 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 അത് കരച്ചിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ പ്രൊഡക്ഷൻ്റെ ഓരോ ഘട്ടത്തിലും ഏറ്റവും ക്വാളിറ്റി ആകുക എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ അകംഭാഗം അല്ല ഇതിൻ്റെ ഭംഗി, ഇതിൻ്റെ പുറംഭാഗത്തിനേക്കാളും ഉപരി നിങ്ങളിതിൻ്റെ അകവശം ഉണ്ടല്ലോ, ഇതിനകത്തൊരു എന്താ പറയുക പിള്ളേരെ മേത്ത് കൊള്ളുന്ന ഒരു ഭാഗം വരാൻ പാടില്ല. ഇപ്പോൾ എംബ്രോയിഡറിങ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലി ഇതല്ല, ഇത് പുറത്തോട്ടിരിക്കും. ഇതിന് മുകളിൽ കണ്ട ഒരു ഫാബ്രിക് വെച്ചിട്ട് ഞങ്ങൾ ഇതിനെ കവർ ചെയ്യാം, ഇച്ചിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് ക്യാമറയിൽ നോക്കാം. സാർ പറഞ്ഞ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആക്കി ഞാൻ വ്യക്തമാക്കി തരാം. ഇത് പുറത്തെ ഒരു എംബ്രോയിഡറി വർക്കും അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ അകത്തേക്ക് നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ട് ഇത് അകത്ത് ഇതിൻ്റെ വർക്ക് ഒരു ഇച്ചിങ് ഉണ്ടാക്കുന്ന വിധത്തിൽ കുട്ടികളുടെ സ്കിന്നിൽ ഉണ്ടാകുമെന്ന് ഇല്ല. അതിന് പകരം ചെയ്തിരിക്കുന്നത് അവിടെ ഒരു എന്താ പറയുക തുണി വെച്ച് തന്നെ അത് കവർ ചെയ്തിരിക്കും. അതെ 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 ഇതിനകത്ത് വേറെ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഇത് നമ്മൾ ഇന്നത്തെ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് പോപ്പീസിന്റെ ഏത് ഷോറൂമിൽ അല്ലെങ്കിൽ ഏത് ഷോപ്പിലും, അത് മൾട്ടി ബ്രാൻഡ് ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഈ ഒരു ക്വാളിറ്റി, ഇതിന്റെ സ്റ്റിച്ചിങ്ങോ അത് ഇവിടെ എവിടെയെങ്കിലും ഒരെണ്ണം ഇങ്ങനെ മേത്ത് തട്ടുന്ന രീതിയിൽ നിൽക്കാത്ത രീതിയിൽ ഓരോ ഭാഗത്തും ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പോപ്പീസിന്റെ ഒരു വളർച്ചയുടെ എന്താ പറയാ ആളുകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനുള്ള ഒരു കാര്യം. പോപ്പീസിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഓരോന്നായി കടന്നു പോവുകയാണ്. ഇത് പ്രിന്റിംഗ് യൂണിറ്റ് ആണ് അല്ലേ? അതെ. ജർമ്മനിയിൽ നിന്ന് എത്തിയതാണ്. അതെ, MHM എന്ന് പറയുന്ന ഒരു ജർമ്മൻ ടെക്നോളജിയാണ്. പണ്ടൊക്കെ നമ്മൾ സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്യുന്നല്ലോ, അതിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ അത്. ഇത് നമുക്ക് ഒരു ആകെ ലേബേഴ്സ് മറ്റേ ഇത്രയും കളർ 8 കളേഴ്സ് പ്രിന്ററാണ്. ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 10-14 ലേബേഴ്സ് വേണം. ഇതിപ്പോ ഒരു 3 പേരുണ്ടെങ്കിൽ നമുക്ക് ആ 14 ലേബേഴ്സ് 1000 പീസ് ഉണ്ടാകുന്നത് 10,000 പീസ് പ്രൊഡക്ടിവിറ്റി ലേബേഴ്സിന്റെ എണ്ണം കുറയ്ക്കാം, പ്രൊഡക്ടിവിറ്റി കൊടുക്കും. പിന്നെ ക്വാളിറ്റി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമ്മളെ പ്രിന്റ് ചില സാധാരണ ഡ്രസ്സൊക്കെ തൊട്ട് കഴിയുമ്പോൾ ഇതോട് ലയിച്ച് ചേരും. ശരിയാണ്. നമ്മൾ ഓർഗാനിക് കളേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നന്നായിട്ട് ആക്യുറേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തൊരു പരന്നൊക്കെ ഇരിക്കും. ചില ഗാർമെന്റ് ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാവും സ്പ്രെഡ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനത്തെ അതെ 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 എന്തായാലും ഇത് നമ്മളൊരു ഫൈൻ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരില്ല. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കളറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അല്ലേ ഒരു പ്രത്യേകത ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള കളർ ഒരു പെയിൽ കളറുകൾ, പിങ്ക് അല്ലേ, ഏതൊക്കെ കളറിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞങ്ങൾ ലൈറ്റ് ബ്ലൂ, പിങ്ക്, അതുപോലെ ഇംഗ്ലീഷ് കളേഴ്സിന്റെ ട്രെൻഡാണ് ഇപ്പം. ഒരു എന്താ പറയാ ഇതുപോലെയുള്ള കളർ ഉണ്ടല്ലോ, ഇപ്പൊ ഇതൊരു പുതിയ അതെ ഓഫ് വൈറ്റും അങ്ങനെയുള്ള കളേഴ്സ് ഇപ്പൊ ട്രെൻഡിങ് കളേഴ്സാണ്. അതുപോലെ ഡാർക്ക് കളേഴ്സ് ഒക്കെ മുമ്പ് ചെയ്തിരുന്നു ഞങ്ങള്. ചില മാർക്കറ്റിൽ ചില സമയത്ത് ഡാർക്ക് കളേഴ്സ് ഒക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും ഫോക്കസ് ഇപ്പൊ കുറച്ചുകൊണ്ട്, കാരണം ബേബീസിന് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പല കളറുണ്ട്, അതെല്ലാം ഞങ്ങൾ അവോയ്ഡ് ചെയ്തു. തീർത്തും മാർക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുട്ടികൾക്ക് അത് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ ഒഴിവാക്കി. അപ്പൊ അതിൽ വലിയൊരു കാര്യമുണ്ടല്ലേ, ഈ കളേഴ്സ് കുട്ടികൾ ഉപയോഗിക്കുമ്പോഴും കുട്ടികൾക്ക് ആ കളറുകളും ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. എന്താ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ശരിക്കും ഈ കണ്ണിന് ദോഷം ചെയ്യും, കണ്ണിന് ദോഷം ചെയ്യും. അതുപോലെ ചില കളറ് കുഞ്ഞുങ്ങള് എന്തായാലും ഡ്രസ്സൊക്കെ കടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. കുഞ്ഞ് ബേബീസ് അങ്ങനെ എന്തായാലും ഡ്രസ്സൊക്കെ കടിക്കും. അപ്പം കടിക്കുമ്പം ആ കളർ അകത്തി എല്ലാം സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവർ ഡാർക്ക് കളറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതെല്ലാം വല്ലാതെ നാച്ചുറൽ കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ സാധനവും ഞങ്ങൾ ഫുൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബട്ടണൊക്കെ ആണെങ്കിൽ എല്ലാ ബട്ടണും നോർമലി കുട്ടി കടിച്ച് ഒരു 4 വയസ്സുള്ള കുട്ടി കടിച്ച് വലിച്ചാൽ പൊട്ടാത്ത രീതിയിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. ഒരു മെഷീൻ വെച്ചിട്ട് റാൻഡം എല്ലാം ടെസ്റ്റ് ചെയ്യില്ലെങ്കിൽ റാൻഡം ടെസ്റ്റ് ചെയ്യും. അത് വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഫുൾ ബോയൊക്കെ വെക്കും നമ്മൾ. ഈ എത്ര കടിച്ചു വലിച്ചാൽ ഈ ബട്ടൺ അങ്ങനത്തെ ടെസ്റ്റ് ഒക്കെ. അതുപോലെ ചിലതുണ്ടല്ലോ, ചില ഡ്രസ്സ് ഷർട്ടൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ഒരു നൂല് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോരും. നമ്മളതിന് ജപ്പാന്റെ മെഷീൻസ് വെച്ചിരിക്കുന്നത് ഞങ്ങൾ. അപ്പൊ ബട്ടൺ മെഷീൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് എക്സ്പെൻസീവ് ആണ് മെഷീൻ. പക്ഷെ നമ്മളത് കുഞ്ഞുങ്ങൾ കടിച്ചാലോ വലിച്ചാലോ ഒരു നൂല് പൊട്ടിയാലും ഞങ്ങൾ ബട്ടൺ അഴിഞ്ഞു പോരില്ല. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ വളരെ കുഞ്ഞുങ്ങളാണല്ലോ, ചെറിയ കാര്യങ്ങളാണ്. അവരുടെ ചെറിയ കാര്യങ്ങളിലെ വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഇത് പരിശോധിക്കാനോ ഇതിന് പാരാമീറ്റേഴ്സോ ഇതൊന്നുമില്ല. അതേസമയം നമ്മൾ US യൂറോപ്പിലെ മാർക്കറ്റിൽ ചെല്ലുകയാണെങ്കിൽ ചെല്ലുന്ന എല്ലാ പ്രോഡക്റ്റിനും ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ ഗവൺമെന്റ് ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ എന്ത് സാധനം കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. ഈ മാർക്കറ്റിൽ ഫുഡിന് നമുക്ക് പരിശോധന ഉണ്ട്. പക്ഷേ വസ്ത്രങ്ങളുടെ കാര്യത്തിലോ ടോയ്സിന്റെ കാര്യത്തിലോ ഇപ്പൊ ജസ്റ്റ് ടോയ്സ് എന്തൊക്കെയോ ഒരു പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. വസ്ത്രത്തിന്റെ കാര്യത്തിലൊന്നും ഇപ്പോഴും അങ്ങനെ നിയമം സംഭവിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം ലക്ഷ്യമിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ
അബ്രോഡ് പോയി കഴിയുമ്പോൾ ആ വണ്ടി അതുപോലെ തിരിച്ചു പോകും. തീർച്ചയായിട്ടും പോപ്പീസിന്റെ എന്താ വെച്ചാൽ ഞങ്ങളുടെ ഇതേ ഫാക്ടറി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ലോകത്തിൽ എവിടെയും വിൽക്കാവുന്ന എല്ലാ സർട്ടിഫിക്കറ്റിനും US, യൂറോപ്പിൽ ഞങ്ങൾ 30 രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അയക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്ത്യയിലെ, അതായത് അമേരിക്കയിലെ കുഞ്ഞുങ്ങൾ വേറെ, എന്താ പറയുക, ജർമ്മനിയിലെ കുഞ്ഞുങ്ങൾ വേറെ അല്ല, എല്ലാം കുഞ്ഞുങ്ങളെ ബേബീസാണ്. അപ്പം ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ ഒരുപോലെ കണ്ട് അതേ ക്വാളിറ്റിയിലുള്ള സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന രീതിയിലാണ് പോപ്പീസിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ, ഞാനത് പ്രത്യേകം ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മള് മാതാപിതാക്കളുടെ ഒരു ഇഷ്ടങ്ങളും ഉണ്ട്, കുഞ്ഞുങ്ങൾ ഏതിടണം, ഏത് കളർ ഇടണം, എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഉള്ളത്. ഒപ്പം കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർ കാണുമ്പോൾ അത് അട്രാക്റ്റീവായിട്ട് തോന്നുകയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കേരളത്തിലുള്ള മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല പക്ഷേ കേരളത്തിന് പുറത്തുള്ള മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുക. വിദേശത്തേക്ക് അത് പോകുമ്പോൾ അത് വീണ്ടും ഡിഫറെൻ്റ് ആണല്ലേ. ഫോറിനേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുപയോഗിക്കണം എന്ന് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ മനസ്സിൽ കണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ തയ്യാറാക്കുന്നത്? ഞങ്ങൾ നോർമലി ഞാൻ യാത്ര ചെയ്യും, നമ്മൾ മാർക്കറ്റ് അനാലിസിസ് നടത്തും, ട്രെൻഡ് ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയും കൂടിയും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഒരു വേൾഡ് ട്രെൻഡ് അറിയാം. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു 5 ഇയർ ആഫ്റ്റർ കോവിഡ് എന്ന് പറയാം, ഒരു സിനാരിയോ എന്താ വെച്ചാൽ ഒരു ഓൾ വേൾഡ് ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമുക്ക് ആ സമയത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ട്രെൻഡും കളറൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കേരളം ശരിക്കും ഒരു ഇന്റർനാഷണൽ കൾച്ചറിലേക്ക് നമ്മുടെ ഒരു സ്റ്റൈലിങ്ങും, കാരണം നമുക്ക് പ്രവാസികളാണല്ലോ കൂടുതലും, അവരെല്ലായിടത്തും പോയി കണ്ടിട്ടൊക്കെ നമ്മുടെ മാർക്കറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കാം. അതേസമയത്ത് ഞങ്ങൾ ഇവിടുത്തെ ബാക്കി സ്റ്റേറ്റുകൾക്കൊക്കെ കളറൊക്കെ മാറ്റിയിട്ട് അവരുടെ ചില കളറും ടേസ്റ്റും സ്റ്റൈലും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അനാലിസിസ് നമുക്കൊരു R&D ഉണ്ട്. R&D ടീം അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രായത്തിലുള്ള ഇപ്പോൾ ന്യൂ ബോൺ ബേബീസ് മുതൽ ഏത് പ്രായം വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് എയിം ചെയ്യുന്നത്? ഞങ്ങൾ തുടങ്ങുന്നത്, ഞാൻ ഈ 2003 തുടങ്ങി, 2005 ഞങ്ങൾ അപ് ടു 2019 വരെ ഞങ്ങൾ 0 to 2 ഇയർ ജനിക്കുന്ന കുഞ്ഞു മുതൽ 2 വയസ്സ് വരെയുള്ള 24 മന്ത് വരെയുള്ള ഡ്രസ്സായിരുന്നു പോപ്പീസ്. അതായത് ഞങ്ങൾ കോർ ഏരിയ അതായിരുന്നു, ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു. ഞങ്ങൾ 2019 ഞങ്ങൾ റീറ്റെയിൽ തുടങ്ങിയതിന് ശേഷം, റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ അപ് ടു 6 ഇയർ 6 വയസ്സ് വരെയുള്ള ബോയ്സിനും ഗേൾസിനുള്ള ഗാർമെന്റ്സ് ഞങ്ങളെല്ലാം ഓൺ മാനുഫാക്ചറിങ്. 6 വയസ്സ് വരെ? അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾക്കായിരിക്കും കുറച്ച് ചോയ്സ് ഓപ്ഷൻസ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു അല്ലെ. ബോയ്സിന് സ്ഥിരമായിട്ട് നിക്കർ അല്ലെങ്കിൽ പാൻറ് അല്ലെങ്കിൽ ബനിയൻ എത്ര സാധനങ്ങൾ. പെൺകുട്ടികൾക്കാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ. ഈ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി നടത്തുമ്പോൾ അത് മാതാപിതാക്കൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ബോയ്സിനോട് താല്പര്യക്കുറവ് പറഞ്ഞതല്ല, പക്ഷേ അല്ലേ, അവരെ ഒന്ന് ഒരുക്കി നടത്താം. അപ്പോൾ അവരെ കൂടുതൽ ഒരു ഗേൾസ് ഗാർമെന്റ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഇതില്ലെങ്കിൽ പോലും ഞങ്ങൾ സെയിൽസ് രണ്ടും ഞങ്ങൾക്ക് ഈക്വലാണ്. അതായത് ബോയ്സ് ആൻഡ് ഗേൾസ് യൂണിസെക്സ് ഉണ്ട്. ഇത് രണ്ടു കൂട്ടർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സും ഉണ്ട്. പക്ഷേ സ്റ്റൈലിംഗ് ഇപ്പോൾ ഡിസൈനറോട് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സിന് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡ് എന്താ വെച്ചാൽ ബോയ്സിന് വെറൈറ്റി ഡിസൈൻ വേണം. നമുക്ക് ഈ വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പരിമിതിയാണ് ബോയ്സിന് വേണ്ടിയിട്ട് വെറൈറ്റി ചെയ്യണം. ഗേൾസിനാണെങ്കിൽ ഒത്തിരി വെറൈറ്റീസ് ചെയ്യാൻ പറ്റും. പ്രിന്റ് സെലക്ട് ചെയ്യണം. ഇപ്പൊ ബോയ്ക്ക് ഒരു ഫ്ലവർ ഒന്നും ഒരു ബോയ്ക്ക് ഒരു പ്രിന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഗേളിന് ഫ്ലവർ ഉപയോഗിക്കാം, ജീപ്പും ഗണ്ണും ഒക്കെ വേണ്ടി വരും. പക്ഷെ ഈ കാറും എന്താ പറയുക ആനിമൽസും ഒക്കെ നമുക്ക് ബോയ്ക്ക് ഉപയോഗിക്കാം, ഗേളിന് ഉപയോഗിക്കാം. പക്ഷെ ഗേളിന് പർട്ടിക്കുലറായി ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ബോയിന്റെ സ്റ്റൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചെടുത്ത് ധാരാളം പേര് ഒന്നിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. കൂടുതൽ ലേഡീസ് ആയിട്ടുള്ള എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മുടെ ഒരു യൂണിറ്റിൽ അവർക്കൊരു പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ തിരുവല്ലി എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ എംപ്ലോയീസിന്റെ അക്കോമഡേഷൻ അല്ലെങ്കിൽ അവർക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിൽ എങ്ങനെയാണ് ഒരു മാനേജ്മെന്റ് ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി മിക്ക സ്ഥാപനങ്ങളിലും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ജെൻഡർ ഈക്വാലിറ്റി ഇല്ല. ഇപ്പം പ്രയോറിറ്റി എപ്പോഴും പുരുഷന്മാർക്ക് കൊടുക്കുക എല്ലാ സ്ഥലവും. ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു വേർതിരിവില്ല, ഈക്വൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഓഫീസിന്റെ ടോട്ടൽ സ്റ്റാഫ് സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു 60% കൂടുതൽ സ്ത്രീകളാണ്. അവർക്ക് എന്താ സാലറി കുറവായതുകൊണ്ടൊന്നുമല്ല, അതായത് എല്ലാവരും പറയാം അവരുടെ എഫിഷ്യൻസി കുറവാണ്. നമ്മൾ നല്ല രീതിയിൽ അവരെ എന്താ പറയുക വലിയ ടാർഗറ്റ് ഇട്ട് ടെൻഷൻ ആക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊരു എഫിഷ്യൻസി ഉണ്ട്. അപ്പം അതിനകത്ത് ഞങ്ങളൊരു വേർതിരിവൊന്നുമില്ല. ഇവിടെ എങ്ങനെ എന്താ പറയുക അവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഇന്ന ജോലിക്ക്. ഇവിടെ എല്ലാ ജോലിയിലും ഞങ്ങളിപ്പം ഡിസൈനിങ് ആയാലോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആയാലോ എല്ലായിടത്തും ഞങ്ങൾ ഒരു ഈക്വൽ പ്രയോറിറ്റി രണ്ട് കൂട്ടർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ അവർക്കെല്ലാ ഫെസിലിറ്റിയും ബാക്കിയുള്ള എല്ലാ ഇതും ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ആളുകൾ വരുന്നതും. ഇപ്പോൾ ഞങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായൊരു ഹോസ്റ്റൽ. എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു എന്താ പറയുക സ്റ്റാർ ഫെസിലിറ്റി ഒന്നല്ലെങ്കിലും ഒരു നോർമൽ ഒരാൾക്ക് ഒരു സാധാരണക്കാർ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച്
വളരെ മോശപ്പെട്ട സാഹചര്യങ്ങൾ. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മിനിമം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിടക്കയും കട്ടിലും അതുപോലെ നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം പ്രൊവൈഡ്, എല്ലാം ഫ്രീയാ, എല്ലാം ഫ്രീ ആണ്. നമ്മളങ്ങനെ പോപ്പീസിന്റെ എംബ്രോയിഡറി സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ രൂപപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അവർ വളരെ ക്രിയേറ്റീവായിട്ട് അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു കുഞ്ഞുടുപ്പിൽ ഒരു ഡിസൈൻ അതിൽ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വളരെ വർണ്ണങ്ങളായിട്ടുള്ള നൂല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ചിത്രപ്പണികളൊക്കെ തുന്നിച്ചേർക്കുകയാണ് വളരെ വിദഗ്ധമായി. സാർ, ഇത് ജപ്പാനിൽ നിന്ന് എത്തിച്ചാണല്ലേ? അതെ. എന്താണ് ഇവിടെ നിങ്ങളുടെ ഭാഗമായത്? ഇത് ആദ്യം ഞാൻ ഇത് എൻ്റെ തുടങ്ങിയ സമയത്തുള്ള ഒരു ചൈന മെഷീനാണ്. ഇതിന് നമുക്കൊരു 16 ലക്ഷം രൂപ വരെ ഉള്ളൂ. അതേ മെഷീൻ ഇത് ഇന്ത്യയിൽ എത്തുമ്പോഴേക്കൊരു 50 ലാക്ക് വരും. അത്രയും വ്യത്യാസമാണ്. പക്ഷെ ഇതിന്റെ ആക്യുറസിയും അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് വില കുറവെന്ന് മാത്രമേ ഉള്ളൂ. ആക്യുറസി ഉള്ള സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. എഫിഷ്യൻസി. ഇപ്പൊ ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടല്ലേ, ഈ ഗ്രീൻ ലൈറ്റിൽ ഏതെങ്കിലും ഒരു ഇതിനകത്ത് 6 കളർ, അപ്പം നമുക്ക് 6 കളറുണ്ട്, 12 കളറൊക്കെ ഉണ്ട്. ഇതിൽ 6 കളർ ഒരേ സമയത്ത് സ്റ്റിച്ച് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം കട്ടായി കഴിഞ്ഞാൽ, അതായത് ത്രെഡ് കട്ടായി പൊട്ടിക്കഴിഞ്ഞാൽ അത് റെഡ് ലൈറ്റ് വെക്കും. അത് ഓഫ് ചെയ്തിട്ട് പിന്നെ അത് റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് ചെയ്ത് ഓഫ് ആകും. ചൈന മെഷീൻ ആണ് പിന്നെ നമുക്ക് മാനുവലി അത് റിവേഴ്സ് എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസർ ഉണ്ട്, റിവേഴ്സ് ചെയ്ത് പിക്ക് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത്. എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഇതിനു വേണ്ടി കരുതുന്നത്? എന്തൊക്കെയാണ്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് കോട്ടൺ ആണ്. കോട്ടന്റെ യാണാണ് എടുക്കുക. യാൺ ഞങ്ങൾ സെലക്ട് ചെയ്ത് അതിനെ ഞങ്ങൾ നിറ്റ് ചെയ്ത് അതിനെ നമ്മുടെ കളറിൽ നമ്മൾ ഡിസൈനേഴ്സ് പ്ലാൻ ചെയ്യുന്ന കളറിൽ ഏറ്റവും മൈൽഡായിട്ടുള്ള കളറിൽ നമ്മൾ ഡൈ ചെയ്ത് ഫാബ്രിക് എത്തും. ഇപ്പം എനിക്ക് കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ഫാക്ടറിയിൽ ചെയ്യുന്നത് നമ്മൾ റെഡി ഫാബ്രിക് കൂടെ എത്തും. ഫാബ്രിക് നമ്മൾ കട്ട് ചെയ്തിട്ട് പാറ്റേൺ എടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് എംബ്രോയിഡറിങ് വേണം, അതുപോലെ പ്രിന്റിംഗ് ഉണ്ട്, ചില സ്റ്റൈലുകൾ പ്രിന്റിംഗ് ഉണ്ട്, ബട്ടൺ ഉണ്ട്, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില ബോസ് ഉണ്ട്, അതുപോലെ ലേബിൾസ്, ആക്സസറീസ്, ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ഒരു കുഞ്ഞുടുപ്പ് ഇറങ്ങണമെങ്കിൽ ഒരു 50ഓളം, ഒരു സദ്യക്ക് കൂട്ടുപോലെ തന്നെ ഇതിന് 50ഓളം വിവിധ കാര്യങ്ങൾ കൂടുന്നതാണ് ഒരു ഉടുപ്പായിട്ട് പുറത്തിറങ്ങുന്നത്. അതായത് കുഞ്ഞുടുപ്പ് ഒരു കുഞ്ഞു കാര്യമല്ല. അതെ, തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അതെ. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് എല്ലാവരും വലിയ തോതിൽ കാണുന്നത്. മീൻസ് മറ്റൊരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കണക്ക് വെക്കാറില്ല എന്നുള്ളത് പറയാറുണ്ട് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മനോഹരമായത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏത് മാതാപിതാക്കളും ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തരുമോ, ഈ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് ഉണ്ട്. ബിഫോർ കോവിഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉടുപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ലേബിൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ആളുകൾ ഗിഫ്റ്റ് കൊടുക്കണൊക്കെ. ഇപ്പൊ ഞങ്ങൾ ഇത് കുറെ ഗിഫ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. ലേബിൾ മീൻസ് അതിന്റെ പ്രൈസ് ടാഗ് കട്ട് ചെയ്ത് കളഞ്ഞ ആൾക്കാരുണ്ട്. ഇന്ന് ആളുകൾ അത് മാറി. ഇപ്പൊ പോപ്പീസിന്റെ ഒക്കെ ടാഗ് ഒക്കെ ആളുകൾ അഭിമാനത്തോടു കൂടി ആ ടാഗോട് കൂടി കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു മാറിയിട്ടുണ്ട് ആൾക്കാരെ. ഒരു കാരണം അതിനകത്ത് നമ്മൾ ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്, ഇതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, എവിടെ മാനുഫാക്ചറിങ്, എല്ലാ ഡീറ്റെയിലും. മറ്റേത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ ഉണ്ടാക്കിയെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പം അത് അതിന് മാറിയിട്ടുണ്ട് ഇപ്പോൾ ആളുകളുടെ. പോപ്പീസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ നെഗറ്റീവ് കമന്റ്സ് ഇല്ല. സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മുടെ ഒരു ഇതിന്റെ ചോട്ടിലും ഒരു നെഗറ്റീവ് കമന്റ്സ് ഇല്ല. കാരണം അത് ആൾക്കാർ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അത്രത്തോളം, ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ അതിന്റെ അടിയിൽ 10 പോസിറ്റീവ് കമന്റ് ചെയ്യുന്ന. കാരണം ഇപ്പം നോർമലി ആളുകൾ പ്രൈസിങ്ങിനെ കുറിച്ച് പറയാം, നമ്മുടെ പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ വന്നിട്ട് ചില ആൾക്കാർ കമന്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന ആളുകൾ കമ്പാരിറ്റീവ്ലി ഒറ്റ വില കുറഞ്ഞ പ്രൊഡക്റ്റ് അല്ല പോപ്പീസ് എനിക്ക് പറയുന്നു. കാരണം ഞങ്ങൾ കണ്ടില്ല ഇത്രയും ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നോർമലി ഇത്രയും ആളുകളുടെ കൈകളിലൂടെ കൂടെ വന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക് ഇതിന് പ്രൈസിങ് വരും, ഒരു റേറ്റ് വരും. അപ്പോൾ ആ പ്രൈസിനെ ആളുകൾ ആരെങ്കിലും വില കൂടുതലാണെന്ന് ആ കമന്റ് വരിക. പക്ഷെ അതിനെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയും എന്തുകൊണ്ടാണ് പോപ്പീസിന്റെ വില ഇത്ര ഇച്ചിരി കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. സാധാ കമ്പയർ ചെയ്യുന്നത് ലോക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ തിരുപ്പൂരിൽ നിന്നൊക്കെ വരുന്ന ലോക്കൽ ബ്രാൻഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ വില കൂടുതലായി തോന്നുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അനുകൂലമായിട്ട്, പോപ്പീസ് അനുകൂലമായിട്ട് സ്നേഹിക്കുന്നവർ വന്നിട്ട് നല്ല കമന്റ് പറയുന്നതാണ് പറയുന്നത്. എങ്ങനെ രാജ്യത്തെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ്? തമിഴ്നാട്, ബാംഗ്ലൂർ ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പോപ്പീസിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ എല്ലായിടത്തും പോപ്പീസിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങൾക്ക് 3 ഡിവിഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ ഹോൾസെയിൽ ഡിവിഷൻ, ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്കുള്ള ഇന്ത്യയിൽ മുഴുവൻ ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പുറത്തുമുണ്ട്. റീറ്റെയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കർണാടകയിലും കേരളത്തിലും തമിഴ്നാട്ടിലും ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ വർഷം തന്നെ ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, പൂനെയിലൊക്കെ ഞങ്ങൾ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞു.
അതുപോലെ ഇന്ത്യയിലെ പ്രമുഖ, അത് ബാംഗ്ലൂർ മാർക്കറ്റ് സിറ്റി, ഫിനിക്സ് മാർക്കറ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡ് മാത്രമുള്ള മാർക്കറ്റ് സിറ്റി മാളിൽ എനിക്ക് തോന്നുന്നത് കേരള ബ്രാൻഡൊക്കെ എനിക്ക് റയറാണ്, ഒരു ബ്രാൻഡ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഞങ്ങൾ 1800 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയ ഷോറൂം അടുത്ത മാസം എൻഡോട് കൂടി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഓപ്പൺ ചെയ്യാൻ പോകുക. അത് ജനുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വാളിറ്റി ചെക്ക് ആണല്ലേ. ഇതിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് അപകടകരമായ രീതിയിൽ അല്ലെങ്കിൽ കുത്തിക്കൊള്ളുന്ന എന്തെങ്കിലും ഇതിലൊരു ചെറിയ പിന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? പിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പിന്ന് വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്യാണ്. ആ ഒരു പ്രൊഡക്റ്റിൽ അത് വെച്ചിട്ട് വിടുമ്പോൾ എന്താണ് സംഭവിക്കുക? റെഡ് സിഗ്നൽ വന്നു, തിരിച്ചു പോരുന്നു. ഇനി അതില്ലാതെ വെച്ചപ്പോൾ അത് സ്മൂത്തായിട്ട് ആ ഒരു ഈ സെക്ഷൻ എന്താ വെച്ചാൽ നമുക്കൊരു നീഡിൽ പോളിസി ഉണ്ട്. ആക്ച്വലി നീഡിൽ പോളിസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഒരു നീഡിൽ ഒടിയാണെങ്കിൽ ആ നീഡിലെ 2 പാർട്ടും കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കണം. അത് സൂപ്പർവൈസർക്ക് കൊടുത്താലേ പുതിയ നീഡിൽ ഇഷ്യൂ ഉള്ളൂ. എന്തെങ്കിലും കാരണവശാൽ ഇവർ ചിലപ്പം അറിയാതെ ഒരെണ്ണം ചിലപ്പോൾ പുറത്തുനിന്ന് ഒരെണ്ണം കൊണ്ടുവന്നിട്ട് നീഡിൽ വെച്ചോ അങ്ങനെ അറിയാതെ മനുഷ്യന്മാരാണല്ലോ പെട്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ മേത്തല്ലേ ഇത് കുത്തി കയറാനുള്ള സാധ്യത ഉണ്ട്. ഇത് യുഎസിലൊക്കെ ഈ ടെസ്റ്റ് നിർബന്ധമാണ് ഏത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ. ഇന്ത്യയിലൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് ഏഷ്യയിൽ പോലും ഇത് ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റും ഈ ഒരു സെക്ഷനിലേക്ക് ഇത് കടന്നു പോകണമെങ്കിൽ ഈ ഒരു വഴി അല്ലാതെ വേറെ ഒരു വഴിയില്ല. ഈ വഴി കൂടി മാത്രമേ നമുക്ക് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കടന്നു പോകും. അപ്പോൾ എല്ലാ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ പ്രൊഡക്റ്റും ഇതിലെ കൂടിയാണ് മറ്റേ ഷാർപ്പായിട്ടുള്ള ഒരു സാധനങ്ങൾ ഇതിലെ കടന്നു വരാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ പോപ്പീസിൻ്റെ പ്രൊട്ടോസ്റ്റോറിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് കണ്ടത്. കുഞ്ഞുടുപ്പുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എനിക്ക് തൊടാൻ പോലും മടിയാകുന്നു, കാരണം അത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്താണ് ഈ ഒരു സ്റ്റോറിൻ്റെ പ്രത്യേകത? എന്താണ് ഒരു പ്രൊട്ടോ സ്റ്റോർ എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്? എങ്ങനെയാണ് ഇത് റീറ്റെയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടാക്കിയ സ്റ്റോറാണ്, ഒരു മാതൃകാ സ്റ്റോറാണിത്. ഇതുപോലെയാണ് 1500-ന്റെ 2000-ന്റെ സ്റ്റോറുകൾ 100 ഉള്ളത്. ഓക്കെ, ഈ മോഡൽ ഇവിടെ അന്നാണ് ഞങ്ങൾ കസ്റ്റമർ വന്നിട്ട് 5000, 3000, 4000 ഒക്കെ ബില്ല് കണ്ടപ്പോഴാണ് നമുക്ക് റീറ്റെയിൽ ചെയ്താൽ കൊള്ളാലോ എന്ന് തോന്നിയിട്ട് ഞങ്ങൾ റീറ്റെയിലേക്ക് ഇറങ്ങാണ്ടായ കാരണം. അപ്പോൾ ഒരുവിധം എല്ലാ ഞങ്ങൾ മെയിൻ വലിയ സ്റ്റോറിന്റെ എല്ലാ പ്രൊഡക്റ്റും ഇല്ല, പക്ഷെ ഒരു സാമ്പിൾ പോലെ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. അതെ, നമ്മൾ ഓഫീസിന്റെ സോപ്പ് ഉണ്ട്, അതുപോലെ ബാംബു വൈപ്സ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബാംബു കണ്ടന്റ് ആണ് ഇത്, ബേസ്ഡ് ബാംബു. ഇത് നമുക്ക് pH 5.5 ആണ്. നമുക്ക് ഈ ഭയങ്കരമായിട്ട് വേർക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം. നമ്മൾ ബേബി കെയർ ബ്രാൻഡ് ആണെന്നുള്ളൂ. നോർമൽ ബാംബു വൈപ്സും ഉണ്ട്, പ്ലസ് ബാംബു വൈപ്സും ഉണ്ട്. അത് ഡിറ്റർജന്റാണ്, കുട്ടികളുടെ ഉടുപ്പ് മാത്രം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളിത് കൂടുതൽ വാങ്ങുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളല്ല, അമ്മമാരോ, അവരുടെ ഡ്രസ്സ്, കാരണം ഒക്കെ വില കൂടിയ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വളരെ മൈൽഡ് ഡിറ്റർജന്റ് ആണ്. കുറേ പ്രൊഡക്റ്റ് വെച്ച് ഞങ്ങൾ ബേബി ഷോപ്പുകളിൽ എല്ലാ പ്രൊഡക്റ്റും ഇറക്കിയില്ല. ഇവിടെ വെച്ച് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഹാനികരാകുന്ന ഒരു പ്രൊഡക്റ്റും പോപ്പീസിന്റെ ഒരു ഷോപ്പിലും ഉണ്ടാവില്ല. അത്രയും ഞങ്ങൾ അതിൽ കെയർ ഉണ്ട്. ഈ ഒരു ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഈ ഒരു ക്വാളിറ്റിയിൽ ഈ പ്രൈസ് റേഞ്ചിൽ ആരെങ്കിലും കൊണ്ടുവന്നിരാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ വിത്തിൻ 30 ഡേയ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. വമ്പൻ ഓഫറാണ്. പോപ്പീസിനെ സംബന്ധിച്ച് ഞാൻ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങൾ അങ്ങനെയാണ്. അവർ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു, കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു, സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാറിനോട് സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്കൊന്ന് കുഞ്ഞുങ്ങളുടെ പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ആ ഒരു സോഫ്റ്റ്നെസ് താങ്കളുടെ എന്താ പറയുക പേഴ്സണാലിറ്റിയിലും അല്ലെങ്കിൽ സംസാരത്തിലും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എംപ്ലോയീസിൻ്റെ കൂടെ ഒക്കെ ആ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത് തോന്നുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അത് നമ്മുടെ സ്ഥാപനത്തിന് പോപ്പീസിന് ഒരു ഐശ്വര്യമാകട്ടെ എന്ന് കരുതുകയാണ്. വളരെ നന്ദി മൈഫിൻ മെഗാ ടോക്കിനൊപ്പം ചേർന്നതിന്. താങ്ക് യു.